ഈരാറ്റുപേട്ട എങ്ങനെയാണ് SDPIക്കും PFIക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നത് എന്നുള്ള സംസാരം നടന്നു കഴിഞ്ഞു. ഇതിനിടയിൽ തന്നെ പുതിയൊരു സംഭവവികാസം വരുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഇവരുടെയൊക്കെ ഈ ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് UP കൂടി മാറുന്നുണ്ട്. അവിടെയാണ് ഐ ലവ് മുഹമ്മദിൻ്റെ ആവിർഭാവം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. പോലീസിന് നേരെയൊക്കെ എന്താ പറയുക, ആ പോലീസിന് നേരെ ഒരിക്കലും എന്ത് ചെയ്യരുതോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ പലരും ചോദിക്കുന്നു, യോഗി അവിടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് എൻ്റെ ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, ഇതേ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനർ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് നമ്മുടെ പത്തനംതിട്ടയിലും വരുന്നു. പത്തനംതിട്ടയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ PFIയുടെയും SDPIയുടെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയില്ല, ഒരു ഫ്ലെക്സ് മാത്രമായിട്ട് കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തുടനീളം പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു കലാപത്തിലേക്കൊക്കെ നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് ചോദിക്കുന്ന എന്നെ പോലും സംഘവൽക്കരിക്കാനുള്ള സാധ്യതകൾ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചാപ്പകുത്തൽ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളതല്ലേ? ഈ ഒരു ഫ്ലെക്സ് വെറുതെ കൊണ്ടുവന്ന് അവിടെ ആരും സ്ഥാപിക്കില്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഈ തീവ്ര സ്വഭാവമുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായി രാജ്യവിഭജനത്തിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമാണല്ലോ പാകിസ്ഥാൻ വരവിട്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. രാജ്യവിഭജനം തന്നെ നടക്കുന്നത് ആ തരത്തിലുള്ള ഒരു നടപടിയുടെയും തീവ്രവാദ സ്വഭാവത്തോടു കൂടി, അതല്ലെങ്കിൽ ഒരു വിഭജന സ്വഭാവത്തോടു കൂടി. അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. തീവ്രവാദത്തെക്കാൾ അപ്പുറത്ത് വിഭജിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ വിഭജിക്കുക, ജനങ്ങളെ വിഭജിക്കുക, ആ തരത്തിലുള്ള ചിന്താഗതിയാണ്. അപ്പം നമ്മൾ ധരിക്കും ഇപ്പോഴാണിത് പുതിയതായിട്ടുണ്ടായ സംഭവമാണ് എന്നുള്ളത്. ഇത് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലുമൊക്കെ ആ തരത്തിലുള്ള ചിന്തയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. അത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം വിട്ടുപോയത് തന്നെ ആ തരത്തിലുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിൻ്റെയും തീവ്രവാദ ചിന്തയുടെയും വിഭജന ചിന്താഗതിയുടെയൊക്കെ മാനസികാവസ്ഥയിൽ നിന്നാണ് അതെല്ലാം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായി തീവ്രവാദ പ്രവർത്തനവും ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ സംഘടനകൾ, ആ സംഘടനകളെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പേരുള്ള സംഘടന മാത്രമല്ല, നിരവധി പേരുകളിൽ ഒരു പേരിൽ ഒരു സംഘടന അവസാനിക്കുമ്പോൾ അത് അവസാനിക്കുന്ന ദിവസം തന്നെ അടുത്ത പേരിൽ അതേ ആളുകളോ സമാന സ്വഭാവമുള്ള ആളുകളോ സമാന ചിന്താഗതിയുള്ള ആളുകളോ ചേർന്നുകൊണ്ടുള്ള പുതിയ സംഘടനയ്ക്ക് രൂപം നൽകപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഘടനകൾ നിരോധിക്കപ്പെടുന്നത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പല ഘട്ടങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്, ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തീവ്രവാദ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള ശക്തികളും രാജ്യത്ത് തീവ്രവാദം നടത്തിയിട്ടുണ്ട്. രാജ്യത്തിനകത്തു നിന്നും ആ തരത്തിലുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ആലുവ പോലെയുള്ള പ്രദേശങ്ങൾ, മലപ്പുറം പോലെയുള്ള പ്രദേശങ്ങൾ, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട, ഇടുക്കി, എത്രയോ ജില്ലകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ തരത്തിലുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നു, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവർ ജയിലിലടക്കപ്പെടുന്നു. ജാമ്യം കിട്ടാത്ത രീതിയിൽ വലിയ UAPA പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടവരെ ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് കേരളത്തിൽ പുതിയൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഒരു തർക്കമുണ്ടാക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിലൊരു വിഭജന സ്വഭാവം ഉണ്ടാക്കാൻ, വീണ്ടും ഒരു കലാപം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർ വളരെ പെട്ടെന്ന് ഒരു സംഘടനയുടെ രൂപം പൂണ്ടുകൊണ്ട് ആളുകൾ ആഹ്വാനം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് കലാപത്തിലേക്ക് തിരികുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ UPയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നൊരു പ്രശ്നം തുടങ്ങുന്നത് തന്നെ ഈ തരത്തിലൊരു ചെറിയ സംഭവത്തിലൂടെയാണ്, ചെറിയൊരു പ്രചരണത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. വളരെ പെട്ടെന്ന് അതൊരു കലാപമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രക്ഷോഭമായി മാറുന്നു. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് വലിയ ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് വാട്സപ്പ് ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആരാണ് ആഹ്വാനം ചെയ്തത് എന്നില്ല, എന്തിനാണ് ആഹ്വാനം ചെയ്തത് എന്നില്ല. ഒരു വാട്സപ്പിലൂടെ മെസ്സേജ് വരുന്നു, ഹർത്താലാണ് അല്ലെങ്കിൽ ബന്ദാണ് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് അക്രമ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു വലിയ കലാപരൂപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴും അസ്ഥിരപ്പെടുത്തുക, സമാധാനത്തെ ഇല്ലാതെയാക്കുക,
ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം അസ്ഥിരപ്പെടുത്തുക, സംഘടനകൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് അങ്ങ് സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട യോഗി മുഖ്യമന്ത്രി അദ്ദേഹം നടപടി സ്വീകരിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് ഏറ്റവും വളരെ അടുത്ത കാലത്ത് ഈ തരത്തിലുള്ള കലാപകാരികൾക്കെതിരെയും ഈ തരത്തിലുള്ള തീവ്രവാദ സ്വഭാവത്തിലുള്ള ആളുകൾക്കെതിരെയും നടപടികൾ സ്വീകരിച്ചൊരു സംസ്ഥാനമാണ് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളേറെ. അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ മാത്രമല്ല, അവിടെ നിരന്തരമായി നമ്മൾ ഒരു കാലഘട്ടത്തിൽ കേട്ടിരുന്ന ബീഹാർ പോലെ ഉത്തർപ്രദേശ് പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ, അങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളെ മുഴുവൻ തന്നെ അമർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തമായ ഭരണകൂടമായി ബീഹാർ സർക്കാരും അതുപോലെ തന്നെ ജാർഖണ്ഡിൽ, മധ്യപ്രദേശിൻ്റെ പ്രദേശങ്ങളിൽ, ഉത്തർപ്രദേശിലെയൊക്കെ സർക്കാരുകൾ എടുത്തിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് തീവ്ര സ്വഭാവമുള്ള മാവോയിസ്റ്റുകളടക്കമുള്ള ആളുകൾ, മാവോയിസ്റ്റ് സംഘടനകളടക്കം നിരവധി തവണ നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലുള്ളൊരു വലിയ പ്രത്യേകത, ഈ തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആ നടപടികൾ സ്വീകരിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ വരാൻ ഇവിടെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ആളുകൾ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, കവികൾ, നോവലിസ്റ്റുകൾ, നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക നായകന്മാർ, എത്രയോ ആളുകൾ രംഗത്ത് വന്നിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കേരളത്തിലടക്കം നല്ല തീവ്രവാദം നടത്തുന്ന ആളുകൾ, തീവ്രവാദ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അവരെയൊക്കെ സംരക്ഷിക്കുകയും അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന എത്രയോ ആളുകളെ, മനുഷ്യാവകാശ പ്രവർത്തനം നല്ലത് തന്നെയാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് തെറ്റായ രീതിയിൽ, അതായത് തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് വീറോടെ വാദിക്കുന്ന എത്രയോ സാംസ്കാരിക നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേരളം അതിൻ്റെ ഒരു തുടക്കമല്ല, കേരളം അതിൻ്റെ ഒരു മധ്യത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പല ആളുകളും കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ രാജ്യത്തെ പൊതുവായിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദ അക്രമങ്ങൾ നടന്നിട്ടുള്ള പ്രദേശങ്ങൾ, അത് ബാംഗ്ലൂരിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ ആ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ, അതിനൊക്കെ നേതൃത്വം കൊടുത്ത് അതിൻ്റെ ഭാഗമായി നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുകയോ തീവ്രവാദ ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ പോലീസ് നടപടികളുടെ ഭാഗമായി കൊല ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളുകളുടെ ചരിത്രം ഒന്നെടുത്ത് നോക്കിയാൽ അവരെല്ലാം ഒന്നുകിൽ കേരളവുമായി ബന്ധമുള്ളവരോ മലയാളികളോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കാശ്മീരിൽ തീവ്രവാദികൾ കൊല്ലപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ മലയാളികൾ കൊല്ലപ്പെടുന്നു. പാഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്തും മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. ബോംബെ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന ബോംബെയിലെ തീവ്രവാദ ആക്രമണം നടന്ന സ്ഥലത്ത് അവിടെ വന്നു പോയിട്ടുള്ള ഹാഡ്ലി അടക്കമുള്ള ആളുകൾ, റാണി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി, അവരിവിടെ താമസിച്ചു, ഇവിടുത്തെ ആളുകളെ കണ്ടു, ഇവിടുത്തെ ആളുകളുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ അത് കേരളം എത്രത്തോളം സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു, അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലുണ്ടാകുന്ന ഒരു വിഷയത്തിൻ്റെ സംഘടന എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കേരളത്തിലുണ്ടാകുന്നത്? എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കേരളത്തിൽ അതിൻ്റെ ബാനറുകൾ ഉയരുന്നത്? അത് കുറച്ച്, ഞാൻ ഈ വാർത്ത വന്ന സമയം മുതൽ ഇത് നോക്കുന്നുണ്ട്, പക്ഷേ ഇത് കുറച്ച് വൈകിയോ എന്നുള്ളതാണ് കേരളത്തിലേക്ക് ഇത് എത്താനായിട്ട്. കാരണം സാധാരണ അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദം കേരളത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കുറച്ച് വൈകിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ചിലതൊക്കെ കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ചിലതിൻ്റെയൊക്കെ തുടക്കം കേരളത്തിലാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പല ആളുകളും അവർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ജനാധിപത്യ സംരക്ഷകരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടതില്ല, അതൊക്കെ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ. ഈ രാജ്യത്ത് എന്തിനും അവകാശമുള്ള, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണല്ലോ, രാജ്യമാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ അവിടെ പ്രത്യേകമായി കാണേണ്ടത്, ഇങ്ങനെയുള്ള സംഘടനകൾ കേരളത്തിൻ്റെ മണ്ണിൽ വേരുറപ്പിക്കുന്നത് ഭരണ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇവരെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും വന്ന് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ CBI അറസ്റ്റ് ചെയ്യുന്നു, NIA അറസ്റ്റ് ചെയ്യുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ മാത്രം അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ലാതെ കേരള സർക്കാർ
അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും. പ്രത്യേകമായി അവരെന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഉദാഹരണത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആ തരത്തിൽ തീവ്രവാദ സ്വഭാവം ആരോപിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്യ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അന്വേഷണ ഏജൻസികൾ, അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഇവർ നടത്തിയിട്ടുള്ള അറസ്റ്റും ഇവർ നടത്തിയിട്ടുള്ള നടപടികളുമല്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് ആ തരത്തിലുള്ള ആളുകൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. അതിനൊരു മറുപടി ഉണ്ടല്ലോ, അത് അവർ പറയുന്നത് വേട്ടയാടുന്നു എന്നല്ലേ? അതെ, അങ്ങനെ അടുത്ത കാലത്ത് നടന്നത് ആകെ കൂടി ചില മാവോയിസ്റ്റ് സംഘടനകൾക്ക് നേരെ കേരളത്തിൽ ആ തരത്തിൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മതതീവ്രവാദ സംഘടനകൾക്കെതിരെ, അതിതീവ്രവാദം വെച്ചു പുലർത്തുന്ന സംഘടനകൾക്കെതിരെ, ആളുകൾക്കെതിരെ അങ്ങനെയൊരു നടപടി സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അവസാനിപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളുടെ പോലീസ് സംവിധാനവും നമ്മളുടെ ഭരണ സംവിധാനവും എല്ലാം പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന തീവ്രവാദ സംവിധാനങ്ങളെ സംബന്ധിച്ച് തെളിവുകളില്ല എന്ന് പൊതുസമൂഹത്തോട് പറയുകയാണ്. അതേ ആളുകൾ തന്നെ, അതേ സംഘടനകൾ തന്നെ 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കേസുകളിലെ ഭാഗമായിട്ടോ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തീവ്രവാദ അക്രമങ്ങൾ, ഗുജറാത്ത് സർക്കാരിലെ ഭരണത്തിലിരുന്ന ആളുകൾക്കെതിരെ നടന്നിട്ടുള്ള, മുഖ്യമന്ത്രിമാർക്കെതിരെ നടന്നിട്ടുള്ള, ശ്രീ നരേന്ദ്രമോദിജിക്കെതിരെ നടന്നിട്ടുള്ള ഒക്കെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ നടന്നിട്ടുള്ള ഭീഷണികൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരറ്റം എത്തി നിൽക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലേക്ക് എങ്ങനെ ഈ തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു? ഒന്നിവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം, ആ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ അന്തരീക്ഷവും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ സംഘടനകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സംരക്ഷണമൊരുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നായകന്മാർ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന നിസ്സീമമായിട്ടുള്ള പിന്തുണ. അങ്ങനെ പിന്തുണ ലഭിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളം അതിന് വലിയ വളക്കൂറുള്ള മണ്ണാണ്. ഇപ്പോൾ പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെ നേതൃത്വം വെച്ച് നോക്കിയാൽ പോലും കേരളത്തിൽ അതിനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള നേതൃത്വം വഹിച്ചിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് PC ജോർജ് ഉൾപ്പെടെ, PC ജോർജൊക്കെ ഇതിനോട് ചേർന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ PC ജോർജ് ഉൾപ്പെടെ അദ്ദേഹമൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, തിരിച്ചറിയുന്ന രാഷ്ട്രീയ സംഘടനകളും തിരിച്ചറിയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും അങ്ങനെയുള്ള സംഘടനകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീ PC ജോർജ് ഒരു ഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകളെ മുഴുവൻ തന്നെ തള്ളിപ്പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ആ നടപടി സ്വീകരിച്ചത്. അതിനേക്കാളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിലെ 2 മുൻ മുഖ്യമന്ത്രിമാർ, ശ്രീ AK ആൻ്റണി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് വലിയ നഗ്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നോക്കിക്കാണാതിരുന്നുകൂടാ. മറ്റൊന്ന്, ശ്രീ VS അച്യുതാനന്ദൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന, ആരാധിക്കുന്ന ഒരു നേതാവാണല്ലോ ശ്രീ VS അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ എങ്ങനെയാണ് ഈ തീവ്രവാദ സംഘടനകളോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചത്? ഈ തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തെ എങ്ങനെയാണ് തുറന്നു കാട്ടാൻ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയത്? അദ്ദേഹം നടപടി സ്വീകരിച്ചോ അറസ്റ്റ് ചെയ്തോ എന്നതല്ല പ്രധാനപ്പെട്ട വിഷയം. അതും ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ഒരു വിഷയമുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള സംഘടനകൾക്കും ആളുകൾക്കും വലിയ വളക്കൂറുള്ള മണ്ണായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം ഒരു 10-15 വർഷക്കാലത്തിനുള്ളിൽ ആ തീവ്രവാദ സംഘടനകളുടെ പിടിയിലേക്ക് അമരാൻ വേണ്ടി പോകുന്നു എന്ന് ശ്രീ VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എത്രയോ ആളുകൾ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കാലഘട്ടത്തിലിരുന്ന ആളുകളടക്കം പിന്നീട് അവർ അത് തിരിച്ചറിഞ്ഞ് തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. അഴിമതി നടത്തുന്ന ആളുകൾ, തീവ്രവാദികളെ സംഘടനകൾക്കും ആളുകൾക്കും സംരക്ഷണമൊരുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളെ തുറന്നു പറയുന്നു. അപ്പോൾ അത് കേരളത്തിൽ ഒരു ശുഭകാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നമുള്ളത് അതിനെ ഇപ്പോഴും സംരക്ഷിക്കുകയും അതിന് കളമൊരുക്കുകയും അതിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് പ്രതലമൊരുക്കുകയും സാഹചര്യമൊരുക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തികളും സംഘടനകളും കേരളത്തിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നുണ്ട് എന്നുള്ളത് ആശങ്കയോടുകൂടി മാത്രമല്ല ഭയപ്പാടോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.